വെയിറ്റ് ലോസിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിനും ഹെൽപ്ഫുള്ളായ ഒരു സൂപ്പ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എനർജിയും ഹെൽത്തും ഒന്നിച്ച് കിട്ടുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങക്കായ സൂപ്പ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷിന നൂത്ത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറാസ് വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. മുരിങ്ങക്കായ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇളം പരുവത്തിലുള്ള മുരിങ്ങക്കായ നോക്കിയെടുക്കുക, മുറ്റിയത് എടുക്കരുത്. ഇതിപ്പോൾ ഒരു ഇളം പരുവത്തിലുള്ള മുരിങ്ങക്കായയാണ്. നമുക്കിതിനെ നടുക്കുന്നിങ്ങനെ കട്ട് ചെയ്ത് 2ആക്കി എടുക്കാം. എന്തിനെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. പീലറോ കത്തിയോ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ പുറമേക്കുള്ള തൊലി ഇതുപോലെ ചെത്തി എല്ലാ മുരിങ്ങക്കായയിൽ നിന്നും ചെത്തി മാറ്റി നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം. വീട്ടിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു തുള്ളി ഓയിൽ പോലും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഇന്ന് സൂപ്പ് ഉണ്ടാക്കുന്നത് എന്ന് കരുതി സൂപ്പിൻ്റെ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല. സൂപ്പിൻ്റെ ടേസ്റ്റിന് ഞാൻ ഗ്യാരണ്ടിയാണ്. നമുക്കിനി ഇതിനെ കഷണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. നീളത്തിലുള്ള കഷണങ്ങളായിട്ടാണ് നമ്മളിതിനെ മുറിച്ചെടുക്കുന്നത്. സാധാരണ നമ്മൾ കറിക്കൊക്കെ മുറിച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ അതിനെ നടുക്കുന്ന 2ആയിട്ട് മുറിക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ വെറുതെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. മുരിങ്ങക്കായ കൊണ്ടുള്ള സൂപ്പാണെന്ന് പറയുമ്പോൾ മുഖം ചുളിക്കേണ്ട. ടേസ്റ്റ് വളരെ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മളിന്ന് ആ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് സൂപ്പ്. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യാതെ കാണുക. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പാനിലേക്ക് ഈ മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തു. ഇനി ഒരു ഇടത്തരം വലിപ്പമുള്ള സവാള നീളത്തിൽ മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, മല്ലിയിലയുടെ തണ്ട്, ഇല മാറ്റിയിട്ട് അതിൻ്റെ അടിവശത്ത് വരുന്ന തണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷണം പട്ടയും ഒരു ബേ ലീഫുമാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് സൂപ്പിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ അടുപ്പിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം. 1 ലിറ്റർ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഒരു 10-12 മിനിറ്റ് സമയം കൊണ്ടാണ് നമ്മളുടെ ഈ മുരിങ്ങക്കായ നന്നായിട്ട് നമുക്ക് വേണ്ട ഒരു പാകത്തിൽ വെന്ത് കിട്ടുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മുരിങ്ങക്കായയുടെ കളർ കാണുമ്പോൾ നമുക്കതിൻ്റെ വേവ് ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ അധികം കളർ ചേഞ്ച് വന്നിട്ടില്ല. നമുക്കിതിനെ ഈ ഒരു സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നേരത്തെ കണ്ട ആ ഒരു കളറല്ല നമ്മളുടെ മുരിങ്ങക്കായക്ക്. നന്നായിട്ട് ആ കളർ ചേഞ്ച് ആയിട്ട് ഒരു യെല്ലോയിഷ് കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മളുടെ മുരിങ്ങക്കായയുടെ വേവ് ഏകദേശവും കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോർക്കോ കത്തിയോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് സ്പ്ലിറ്റായി വരും. ആ ഒരു പാകത്തിലാണ് മുരിങ്ങക്കായ വെന്തോന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ വേവ് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഈ അടുപ്പൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത്, നമുക്കിതിൽ നിന്നും ഈ ഒരു മുരിങ്ങക്കായയും നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ചേർത്തിരിക്കുന്നതൊക്കെയും ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിപ്പോൾ നിങ്ങളൊരു അരിപ്പിലൂടെ അരിച്ചെടുക്കുകയോ അല്ല ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കുകയോ ചെയ്താൽ മതി. നിങ്ങളുടെ എളുപ്പത്തിനനുസരിച്ച് ചെയ്യുക. ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത പട്ടയും അതുപോലെ തന്നെ ബേ ലീഫും, ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മളുടെ സൂപ്പിന് വേണ്ടത് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങ് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു പട്ടയും ബേ ലീഫും എടുത്തങ്ങ് മാറ്റിയേക്കുക. അതിൻ്റെ ഓവറായിട്ടുള്ള ഫ്ലേവർ ഇനി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലേവർ ഇതിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എടുത്ത് മാറ്റി. എന്നിട്ട് ബാക്കി നമ്മൾ ഈ സൂപ്പിലുള്ള മുഴുവൻ ഇൻഗ്രീഡിയൻസും ഇതുപോലെ വേറൊരു ബൗളിലേക്ക് ആക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ആ വെന്ത സൂപ്പിൻ്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് സാധാരണ ഈ മുരിങ്ങക്കായ സൂപ്പ് ഉണ്ടാക്കാറുള്ളത്. ഓരോ മുരിങ്ങക്കായിൽ നിന്നും അതിൻ്റെ പൾപ്പ് എടുത്ത് സെപ്പറേറ്റ് ആക്കി. അപ്പം നമുക്കെന്ന് പറയുമ്പോൾ എല്ലാം ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് സാറാസ് വ്ലോഗ്സിൻ്റെ രീതി അല്ലേ. അതാണ് നിങ്ങൾക്ക് ഇഷ്ടവും. അപ്പം നമുക്കിന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാം. എന്തിനാണ് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ
ഈ സൂപ്പിന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മളിതിനെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലയും മല്ലിയിലയുമാണ്. മല്ലിയിലയുടെ അളവ് കുറച്ച് കൂടുതലും പുതിനയിലയുടെ അളവ് കുറച്ച് കുറവും, ആ ഒരു കണക്കിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുത്തു. നേരത്തെ നമ്മൾ തണ്ടെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഇല സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്ന ആ ഇലയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ സൂപ്പിൻ്റെ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് യൂസ് ചെയ്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ആ സ്റ്റോക്ക് മുഴുവനായിട്ടോ അല്ല അതിന് പകുതിയാണോ എങ്ങനെയാണോ അരച്ചെടുക്കാൻ പാകത്തിന് വേണ്ടത് അത് കണക്കാക്കി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ അതിൻ്റെ തരിപ്പൊന്നുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കളർ കണ്ടോ, നല്ല ഗ്രീൻ ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കളർ. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒരു അരിപ്പിലൂടെ സ്ട്രെയിൻ ചെയ്ത് ഒരു സാധാരണ നല്ലൊരു കണ്ണകലമുള്ള അരിപ്പാണെങ്കിലോ ചെറിയ സാധാരണ അരിപ്പെടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് അരിപ്പ് കൊണ്ടാണ് അരിക്കുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പൾപ്പ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. കുറച്ചൊരു 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുമുള്ള സത്ത് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി നന്നായിട്ട് അരിച്ച് ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് നമ്മൾ എടുക്കുക. ലാസ്റ്റ് ആകുമ്പോൾ ഏകദേശം ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ചണ്ടി മാത്രമായിട്ട് വരും. ഈ ഒരു പരുവത്തിലല്ല, അത് മുഴുവനായിട്ടും അതിൻ്റെ സത്ത് മുഴുവനും എടുക്കുന്നത് പോലെ എടുക്കുക. കൈ കൊണ്ട് പിഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ സത്ത് മുഴുവനായിട്ട് എടുത്തത് ഇതുപോലെ അതിൻ്റെ ആ ഒരു കൊത്ത് മാത്രം ബാക്കിയാവുന്ന രീതിയിൽ അതിൻ്റെ പൾപ്പ് മുഴുവനും വേർതിരിച്ചെടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ആ ഒരു സ്റ്റോക്ക്, അതായത് നമ്മൾ യൂസ് ചെയ്ത 1 ലിറ്റർ വെള്ളത്തിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം വെള്ളവും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളം ആ ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തൊന്ന് നേർപ്പിച്ച് കൊടുക്കുക. എനിക്കിപ്പോൾ ഈ ഒരു പാകം കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അഡീഷണലായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ആദ്യം എടുത്ത ആ ഒരു വെള്ളം തന്നെയാണ്. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് തിളച്ച് പൊന്തണ്ട, ചെറുതായിട്ടൊന്ന് തിള വരുന്ന ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്കിനി നമ്മളുടെ സൂപ്പ് ഏകദേശം കുറുകി വരുന്ന ഒരു പരുവമാണ് ഈ ഒരു സമയത്തിൽ. അപ്പോൾ ഈ ഒരു സൂപ്പിന് നല്ലൊരു മണമായിരിക്കും. സാധാരണ നിങ്ങളിത് സെർവ് ചെയ്യുമ്പോൾ മുരിങ്ങക്കായ കൊണ്ടുണ്ടാക്കിയ സൂപ്പാണെന്ന് പറയാൻ നിൽക്കണ്ട, പുതിയൊരു സൂപ്പ് റെസിപ്പിയാണെന്ന് പറഞ്ഞിട്ട് സെർവ് ചെയ്ത് കൊടുത്താൽ കുട്ടികളൊക്കെ കണ്ണും പൂട്ടി അതങ്ങ് കുടിച്ചോളും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പകുതി ചെറുനാരങ്ങയുടെ നീരും ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ ഒരു അളവിനുള്ള സൂപ്പിന് ഈ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി പെർഫെക്റ്റ് ആയിട്ടുള്ള എരിവായിരിക്കും. അതുപോലെ തന്നെ 1/2 മുറി നാരങ്ങയുടെ നീരും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുളിപ്പും എരിവും ഒക്കെ ബാലൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മളുടെ സൂപ്പ് എളുപ്പത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് അതിന് സെർവ് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ടുള്ള ഒരു തിക്നെസ്സാണ്. നമ്മൾ ഒരു തുള്ളി എണ്ണ ചേർത്തിട്ടില്ല, വേറെ തിക്കൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധനങ്ങളും ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ റാഗി സൂപ്പിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ സൂപ്പും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. നമ്മളുടെ വെയിറ്റ് ലോസ് റെസിപ്പീസിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ. അസ്സലാമു അലൈക്കും.